ഒറ്റുകാരെ നിങ്ങൾ ഓർത്തു വയ്ക്കപ്പെടും. മീഡിയ മുക്കാൽ എന്ന ട്രോളന്മാർ വിളിക്കുന്ന മീഡിയ വണ്ണിലെ ഒരു പ്രോഗ്രാമിൻ്റെ തമ്മനയിലാണ്. അതേ പ്രോഗ്രാമിൻ്റെ തലക്കെട്ട് നാടിനായി നിലവിളിച്ചവരെ തള്ളിപ്പറഞ്ഞവരെ നിങ്ങൾ ഓർത്തു വയ്ക്കപ്പെടും. ഇത് രണ്ടിലും ഒരു ഭീഷണിയുടെ ചുവയുണ്ട്. ഈ മീഡിയ മുക്കാലിലെ ഈ പ്രോഗ്രാമിൻ്റെ അവതാരകൻ നിഷാദ് റാവുത്തർ എന്ന മാധ്യമപ്രവർത്തകനെന്ന അഭിസംബോധന ചെയ്യപ്പെടാൻ യോഗ്യതയുണ്ടോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഈ ഭീഷണിയുടെ ചുവയുള്ള തമ്മനയിലും തലക്കെട്ടും നൽകി ആരെയൊക്കെയാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ളത് വ്യക്തമായി തന്നെ ആ തമ്മനയിലിൽ ഇത് കാണുന്നവരോട് സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യത്തേത് പേളി മാണി, നടിയാണ്, സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസറാണ്. രണ്ടാമത്തേത് മേജർ രവി. മൂന്നാമത്തേത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനായ സിനിമാ നടനായ മാധവ്. ഇവരെ മൂന്ന് പേരെയും ഒറ്റുകാരെന്ന് നിഷാദ് റാവുത്തർ വിളിക്കുവാനുള്ള കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവസാനിച്ച പാറ്റാ സമരത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ള പേരിലാണ്. ഈ പാറ്റാ സമരത്തെ തള്ളിപ്പറയുവാനും കൊള്ളുവാനും ജനാധിപത്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇവർക്കൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒരു നിമിഷത്തേക്ക് നമുക്കൊന്നും മറക്കാം. നിഷാദ് റാവുത്തർ നാടിനു വേണ്ടി നിലവിളിച്ചവർ എന്ന് പറയുന്നത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ആ നിലപാട് എന്ന പരിപാടിയിൽ തന്നെ പെല്ലറ്റ് ഗൺ കൊണ്ട് മുറിവേറ്റ വിദ്യാർത്ഥി, 19കാരനായ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ കണ്ടാൽ തന്നെ ഒരു 35 വയസ്സ് വരുമായ അതെങ്ങനെ ഏത് യൂണിവേഴ്സിലാണ് അല്ലെങ്കിൽ ഏത് പാരലൽ വേൾഡിലാണ് ഇത് 19 വയസ്സാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിൽക്കട്ടെ, 19 വയസ്സുകാരനാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ഈ പെല്ലറ്റ് ഗൺ എന്ന് പറയുന്നത് ജന്തർ മന്ദറിൽ സമാധാനമായിട്ട് മാടപ്രാവുകളെ പറത്തി വിട്ടിക്കൊണ്ടിരുന്നപ്പോൾ പട്ടാളക്കാരെ അല്ലെങ്കിൽ RPF അങ്ങോട്ട് പോയി വെടിവെച്ചതല്ലല്ലോ. അനധികൃതമായിട്ട് നടത്തിയ പാർലമെൻറ്റ് മാർച്ചിനിടയിൽ നിയമപാലകരെയും RPF ഉപദ്രവിക്കുവാൻ ശ്രമിച്ച, ആക്രമിക്കുവാൻ ശ്രമിച്ച ജനക്കൂട്ടത്തിന് നേരെ, ഗുണ്ടകൾക്ക് നേരെ അവർ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചപ്പോൾ പെല്ലറ്റ് ഗണ്ണുകൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത്. ഇനി അത് ഡൽഹി പോലീസും RPF ആ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി സത്യം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. RPFൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. തന്നെയുമല്ല, ഡൽഹി പോലീസ് ഇന്ന് സംശയത്തിനിടയില്ലാത്ത വിധം ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ അക്രമ സംഭവങ്ങളിൽ ഒരു വിദ്യാർത്ഥിയെ പോലും തങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. വിദ്യാർത്ഥികളുമായിട്ട് സംഘർഷമുണ്ടായിട്ടുണ്ട്, അത് തീർച്ചയാണ്. പക്ഷേ അത് 118ഓളം പോലീസുകാരും RPF ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംഘത്തിന് പരിക്കേൽക്കുകയും 20ഓളം പോലീസ് വാഹനങ്ങൾ തകർക്കപ്പെടുകയും ചെയ്ത ഒരു സംഘർഷമായിരുന്നു. പോലീസുകാരാണ് അങ്ങോട്ട് ആക്രമിച്ചത്, ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു. ഈ നാടിനു വേണ്ടി നിലവിളിച്ചവർ എന്നൊക്കെ പറയുന്നവർ വെറുതെ നിന്ന് തല്ലുകൊള്ളുകയായിരുന്നു, അഹിംസാവാദികളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാടപ്രാവുകളെ പറത്തി വിട്ടുകൊണ്ടാണ് അവർ പാർലമെൻറ്റിലേക്ക് നടന്നു നീങ്ങിയത് ജാഥയായി എന്നൊക്കെയാണ് ഇവർ പറയുവാൻ ശ്രമിക്കുന്നതെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഇത് മതപരമായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്, തക്കിയ എന്ന് പറയുന്നത്. എന്ത് കള്ളവും പറഞ്ഞ് തങ്ങളുടെ ലക്ഷ്യം നേടുവാനുള്ള ശ്രമം നടത്താം എന്നുള്ള മതപരമായിട്ടുള്ള അനുവാദം. നിഷാദ് റാവുത്തർ ഒന്നെങ്കിൽ ആ മതത്തിൽ ജനിച്ചവനായിരിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തലവെട്ടണ്ട, തൊലിവോ മുറിച്ചോളൂ എന്ന് പറഞ്ഞവരുടെ പിൻഗാമിയായിരിക്കാം. ആരാണെങ്കിലും ശരി, ഇത് വെറും തക്കിയ തന്നെയാണ്. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ തുടങ്ങിയ ആ സമരം നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് ഗുണ്ടകൾ കയ്യേറുകയും പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയുള്ള അർബൻ നക്സലുകൾ, ആം ആദ്മി പാർട്ടി, ജിഹാദികൾ, കോൺഗ്രസ് പാർട്ടി ഇതിനോടെല്ലാം ബന്ധമുള്ള ആളുകൾ അതിലേക്ക് നുഴഞ്ഞു കയറുകയും ആ സമരം കൈയടക്കുകയും ചെയ്തു. കൂടുതൽ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാജ്യം മുഴുവൻ ഒരുപക്ഷെ ഇവർ അക്രമങ്ങൾ അഴിച്ചുവിടുവാൻ ശ്രമിച്ചേക്കാം. അതിൻ്റെ പേരിൽ പല വിദ്യാർത്ഥികളെയും, യഥാർത്ഥ വിദ്യാർത്ഥികളെയും ഇവർ ബലി കൊടുത്തേക്കാം എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് ഈ സമരം അവസാനിപ്പിക്കുവാൻ അവരുടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രാജ്യവിരുദ്ധരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ മോദി സർക്കാർ തയ്യാറായത്. അതിനൊരു സംശയവും വേണ്ട, അതൊരു പിന്മാറ്റമായിരുന്നു, തീർച്ചയായിട്ടുമായിരുന്നു. പക്ഷേ ഇവർ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നിലവിളിച്ചത് എന്ന് നിഷാദ് റാവുത്തർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ രാജ്യം എന്തായാലും ഭാരതമല്ല. ഉറപ്പായിട്ടും പഴയ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജി എന്നുള്ളൊരു ജിഹാദിവന്മാർ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ആ ജിഹാദി ഉണ്ടാക്കാൻ ശ്രമിച്ച അൽ ദൗള അല്ലെങ്കിൽ അൽ ഊളയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു രാജ്യമുണ്ടായിരുന്നു. ഇസ്ലാമിക നിയമപ്രകാരം, ശരിയ നിയമപ്രകാരം നടക്കുവാൻ പോകുന്ന അൽ ഊളയോ അൽ ദൗളയോ അങ്ങനെ എന്തോ ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ വേണ്ടിയിട്ടായിരിക്കാം ഈ
വെടികൊണ്ട് കിടക്കുന്നവനോ അല്ലെങ്കിൽ അടികൊണ്ട് ആശുപത്രിയിലായവനോ ഇപ്പോൾ പോലീസ് ഉള്ളവരോ ഒക്കെ നിലവിളിച്ചത്. ആ നിലവിളിച്ചവരെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് തള്ളിപ്പറയുവാനുള്ള അവകാശമുണ്ട്. ഇനി ഇതൊന്നുമല്ല, രാജ്യത്തിന് വേണ്ടി നിലവിളിച്ചവരെ തന്നെ പരിപൂർണമായി തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഏതെങ്കിലും ഒരാൾ സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു മനോഭാവം ഏതെങ്കിലും ഒരാൾ സ്വീകരിച്ചാൽ അതിനുള്ള അവകാശം അയാൾക്ക് ഭരണഘടന കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇവിടെ ഭരണഘടനയാണ് ഇപ്പോൾ നിങ്ങൾ ഈ നാഴികയ്ക്ക് 40 വട്ടം രാഹുൽ ഗാന്ധി ഒരു ചുവപ്പിൽ കറുത്ത അരികുള്ള ഒരു പുസ്തകം ഉയർത്തിപ്പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ഭരണഘടന പ്രകാരമാണ് ഈ രാജ്യം നടക്കുന്നത്, അല്ലാതെ ഒരു ശരിയാ നിയമപ്രകാരവുമല്ല. നിഷാദ് റാവുത്തർക്ക് ആഗ്രഹമുണ്ടാകും അത്തരത്തിലുള്ളൊരു നിയമം വന്ന് ഞങ്ങൾ പറയുന്നത് മാത്രമാകണം ശരി, ഞങ്ങൾ പറയുന്നതാണ് രാജ്യം, ഞങ്ങൾ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് രാജ്യസ്നേഹികൾ അല്ലെങ്കിൽ മതസ്നേഹികൾ എന്നുള്ളൊരു രാജ്യം വരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകാം. ആ ആഗ്രഹം ഉണ്ടാകുന്നതിനും തടസ്സമൊന്നുമില്ല. ആ ആഗ്രഹം ഇങ്ങനെ പരസ്യമായി വിളിച്ചു പറയുവാനും ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുവാനുമുള്ള ഒരു രാജ്യം ആണ് ഭാരതം. അതാണ് ജനാധിപത്യം. അത്തരത്തിലുള്ള ജനാധിപത്യ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ഒരു സർക്കാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. ആ സർക്കാരിനെയാണ് ഏകാധിപതികളായി ചിത്രീകരിക്കുവാൻ നിങ്ങൾ കാലാകാലങ്ങളായി കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. ആ സർക്കാരിനെ വീഴ്ത്തുവാനും പരാജയപ്പെടുത്തുവാനും എന്തായാലും നിങ്ങൾ കോപ്പ് കൂട്ടി വെച്ച ആയുധങ്ങളോ സംരംഭങ്ങളോ ശേഷികളോ പോരാതെ വരും. പിന്മാറ്റം ശരിയാണ്. ആ പിന്മാറ്റം കൊണ്ട് ഇനി കാലാന്തരത്തിൽ എന്തുണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണുക. കാരണം മറുവശത്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ രാഷ്ട്രീയം കൃത്യമായി കളിക്കാൻ അറിയാവുന്നവരാണ്. ഭീകരവാദമാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് കൃത്യമായി അറിയാവുന്നവരാണ്. ഇനി അവിടെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സത്യസന്ധമായുള്ള അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യമാണ്. വ്യക്തിപരമായി ഞാൻ പറയാം, ഇത്തരത്തിലുള്ള അക്രമകാരികളെ പെല്ലറ്റ് ഗൺ അല്ല, യഥാർത്ഥ തോക്കുകൊണ്ട് തന്നെ നേരിടണമെന്നുള്ള അഭിപ്രായക്കാരാണ് ദേശീയവാദികൾ. കശ്മീരിൽ കല്ലെറിയുന്നവന്മാരെ, സ്റ്റോൺ പെൽറ്റേഴ്സിനെ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയി നിസ്കരിച്ച് കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് കല്ലെറിയാൻ വരുമായിരുന്നല്ലോ കുറേ എണ്ണം. അവരെ ഏറെക്കാലം പട്ടാളക്കാർ നേരിട്ടത് ഈ പെല്ലറ്റ് ഗണ്ണ് കൊണ്ടാണ്. അതിൻ്റെ മനുഷ്യാവകാശ ലംഘനവും ഒക്കെ പറഞ്ഞ് നിലവിളിച്ചവർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ കശ്മീരിലെ ഭീകരവാദികൾ കാണിച്ചു കൂട്ടിയ ഒരു ഹിംസാത്മകമായിട്ടുള്ളൊരു മതവാദമുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചൊരു മതവാദം, അതിനെക്കുറിച്ച് മീഡിയ എന്തായാലും പറയാൻ പോകുന്നില്ല. ഈ മനുഷ്യാവകാശം പൊക്കിക്കൊണ്ടുവരുന്ന അരുന്ധതി റോയെ പോലുള്ള കപട ബുദ്ധിജീവികളും പറയുവാൻ പോകുന്നില്ല. ഇനി പേർളി മാണിക്കും മേജർ രവിക്കും മാധവിനും നേരെയുള്ള ഭീഷണി ഓർത്ത് വയ്ക്കപ്പെടുമെന്നുള്ളത് അതിനും മുൻപേ മീഡിയ എന്നുള്ള രാജ്യവിരുദ്ധ ചാനൽ കൃത്യമായിട്ട് ദേശീയവാദികൾ അവരുടെ മനസ്സിൽ കുറിച്ചിട്ടൊരു പേരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ കേന്ദ്ര സർക്കാർ നിങ്ങളെ നിരോധിച്ചതാണ്. സുപ്രീം കോടതിയുടെ ദയാദാക്ഷിണ്യത്തിൽ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതും ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്, അല്ലാതെ ശരിയാ നിയമത്തിൻ്റെ ആനുകൂല്യമല്ല. അത്തരത്തിൽ ഒരു ആനുകൂല്യവും നിങ്ങൾക്ക് അനുവദിച്ച് തരുവാൻ ദേശീയവാദികൾ ഒരു കാലത്തും തരാനും പോകുന്നില്ല. അത് ഏത് സർക്കാർ മാറി വന്നാലും. നാളെ ഏതെങ്കിലും കാരണവശാൽ ഭാരതത്തിൻ്റെ ദൗർഭാഗ്യം കൊണ്ട് ദേശീയവാദികളല്ലാത്തൊരു സർക്കാർ കേന്ദ്രത്തിൽ വന്നാൽ ശരിയാ നിയമം നടപ്പാക്കണമെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു ശ്രമമോ അല്ലെങ്കിൽ ആഗ്രഹമോ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നടക്കില്ല. കാരണം നിങ്ങളൊക്കെ വാഴ്ത്തിപ്പാടുന്ന ഇപ്പോഴത്തെ പപ്പുമോൻ്റെ മുതുമുത്തച്ഛൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, പപ്പുമോൻ്റെ അമ്മുമ്മ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, പപ്പുവിൻ്റെ അച്ഛൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പപ്പുവിൻ്റെ അമ്മ 10 വർഷങ്ങൾ പിന്നാമ്പുറങ്ങളിൽ നിന്ന് തിരശീല വലിച്ച് ജിഹാദികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി ഭരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണോ ഇപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ, ഒരു സിനിമാ ഡയലോഗുണ്ട്, മഴ പെയ്തപ്പം നനഞ്ഞിട്ടില്ല പിന്നല്ലേ മരം പെയ്യുമ്പോൾ. ഈ നിഷാദ് റാവുത്തറുടെ ഈ മരം പെയ്യലുണ്ടല്ലോ, ഈ കണ്ണീർ തുള്ളികൾ ഇപ്പോഴുണ്ടായൊരു വിജയമാണ്. മോദി മുട്ടുകുത്തി, അമിത്ഷാ ഓടി, യോഗി ഞെട്ടിവിറച്ചു എന്നുള്ള നിങ്ങളുടെ ആഗ്രഹ പ്രകടനങ്ങൾ, ആത്മരതികൾ, അതെന്തായാലും ഒരു കാലത്തും പരിപൂർണമായിട്ടുള്ള ഒരു സന്തോഷവും സംതൃപ്തിയും നിങ്ങൾക്ക് തരുവാൻ പോകുന്നില്ല. അത് അനുവദിക്കാതിരിക്കുന്നതിൻ്റെ ആ സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം നരേന്ദ്രമോദിയോ അമിത്ഷായോ ധർമ്മേന്ദ്ര പ്രധാനോ പ്രഹ്ലാദ് ജോഷിയോ രാജ്നാഥ് സിംഗോ യോഗി ആദിത്യനാഥോ തേജസ്വി സൂര്യയോ കെ സുരേന്ദ്രനോ രാജീവ് ചന്ദ്രശേഖരോ ഇവരാരുമല്ല. അടിസ്ഥാനപരമായിട്ട് മനോജ് വേണുഗോപാലാണ്. മനോജ് വേണുഗോപാൽ അല്ലാതെ ക്യാമറാമാനായിട്ടുള്ള അമ്പാടിയാണ്. ദേശീയവാദികളാണ്, സാധാരണക്കാരാണ്. അവർ നിങ്ങൾക്ക് ആ സംതൃപ്തി ലഭിക്കുവാനുള്ള മാർഗത്തിൽ എന്നും വിലങ്ങുതടിയായിട്ട് തന്നെ നിൽക്കും. അത്തരക്കാരെ പിന്തുണയ്ക്കുന്ന സെലിബ്രിറ്റികളെന്ന് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് ദൗർഭാഗ്യവശാൽ പറയേണ്ടി വരുന്ന മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന്
രാജ്യദ്രോഹികളെ പിന്തുണയ്ക്കാതെ രാജ്യസ്നേഹികളെ, ദേശീയവാദികളെ പിന്തുണയ്ക്കുന്നവരെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യം വെച്ച്, കേരളത്തിലെ സാഹചര്യം വെച്ച് ഒരുപക്ഷെ സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അവർക്ക് നൽകുവാൻ ദേശീയവാദികൾക്ക് സാധിച്ചില്ല എന്ന് വരും. പക്ഷേ അവരുടെ പിന്നിൽ അണിനിരക്കാൻ 1000 പേരില്ലെങ്കിലും ഒരു 10 പേരെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാകും. തന്നെയുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം, സൈബർ ആക്രമണം, ശരി, അതിനെതിരെ കേസ് കൊടുത്താൽ ഇപ്പോൾ കേസ് എടുക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി, നിങ്ങളുടെ ഉടമസ്ഥരായിട്ടുള്ള മതവാദികളായിട്ടുള്ള മതവർഗീയവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുന്ന UDF സർക്കാരാണ്. ആ കേസ് എവിടം വരെ പോകുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഊഹമുണ്ട്. അതുകൊണ്ട് ആ കേസ് നടക്കില്ലായിരിക്കും. പക്ഷേ സൈബർ ആക്രമണത്തിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരർത്ഥം ഈ ഭീഷണിക്കുണ്ടെങ്കിൽ നിഷാദ് റാവുത്തറെ തിഹാറിൽ റൌഫും ഒക്കെ കിടക്കുന്നതിൻ്റെ അടുത്തൊരു അറ, ഖാലിസ്ഥാനിക്കും ജിഹാദിക്കും ഇടയിൽ കൃത്യമായിട്ട് കടുകണ്ണ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്ന ഒരു അറ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുക്കപ്പെടും. അതിലൊരു സംശയവും വേണ്ട. മീഡിയ മുക്കാലല്ല, മീഡിയ അരമുക്കാലായാലും മീഡിയ 1 ആയാലും ഏത് ജമാഅത്തെ ഇസ്ലാമി ആയാലും അടിസ്ഥാനപരമായിട്ട് ഭീകരവാദത്തിൻ്റെ ഒരു താക്കീത് എന്നുള്ളത് 16 മടക്കി ഏതെങ്കിലും ഉസ്താദിൻ്റെ മടിക്കുത്തിനകത്ത് വെച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാനില്ല, പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. ഈ മീഡിയ 1 എന്നുള്ള ചാനൽ കൃത്യമായിട്ട് കാണരുത് എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന, ഫീഡിൽ വന്നാൽ സുക്കർബർഗിന് ഞാൻ പരാതി അയക്കുന്ന ഒരു ചാനലാണ്. ഫേസ്ബുക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. മെറ്റയ്ക്ക് പരാതി അയക്കുന്നൊരു ചാനലാണ്. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഭീഷണികളും ഒരു വെല്ലുവിളികളുമൊക്കെ ഉണ്ടല്ലോ, കൃത്യമായിട്ട് ഫലമുണ്ടായാലും ഇല്ലെങ്കിലും ദേശീയ സുരക്ഷാ ഏജൻസികളെ അറിയിക്കുക. സെലിബ്രിറ്റികൾക്ക് നേരെ ഇത്തരത്തിൽ രാജ്യത്തെ പിന്തുണയ്ക്കുന്ന സെലിബ്രിറ്റികൾക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്നു, ഉയർത്തുന്നു, കൃത്യമായിട്ട് അവരെ വെല്ലുവിളിക്കുന്നു, അവരെ ഓർത്തു വയ്ക്കുമെന്ന് പറയുന്നു, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള പരാതികൾ ഒരാൾ അയച്ചാൽ പോരാ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളത് ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നിരവധി പരാതികൾ പോകണം. ഇതിനുള്ള പരിഹാരം അതാണ്. അല്ലാതെ അസഭ്യം പറഞ്ഞതുകൊണ്ടോ, ഈ മറുപടി ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് സഭ്യമായ ഭാഷയിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നു പോകാതിരിക്കുക. ചിലപ്പോൾ വൈകാരികമായി നിങ്ങൾ പ്രതികരിക്കാം, അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല, അങ്ങനെ പ്രതികരിച്ചു പോകും. കാരണം ഈ ജിഹാദികളുടെ ചില സമയത്തെ പുളപ്പ് കാണുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഏതൊരു ദേശീയവാദിക്കും ഉള്ളിലൊരു രക്തത്തിളപ്പ് ഉണ്ടാകും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുക. നിങ്ങളവരെ കയ്യേറ്റം ചെയ്യാനോ ഒന്നും പോകരുത്. കൃത്യമായിട്ട് നിയമത്തിൻ്റെ മാർഗ്ഗങ്ങളുണ്ട്. VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയും കേസെടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതിന് മറ്റ് മാർഗ്ഗങ്ങളുണ്ട്. വിയൂർ സെൻട്രൽ ജയിൽ മാത്രമല്ല രാജ്യത്തുള്ള ജയിൽ, അതിനേക്കാളും നല്ല മനോഹരമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള തിഹാർ ജയിൽ കിടപ്പുണ്ട്. അവിടെ പോയി ഇവൻ്റെയൊക്കെ മൂത്താപ്പന്മാരായിട്ടുള്ള PFIക്കാർ തലകീഴായിട്ട് കടുകണ്ണ പുരട്ടി കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് ഖാലിസ്ഥാനി, ഇവരുടെയൊക്കെ പാജിമാരായിട്ടുള്ള ഖാലിസ്ഥാനി ഭീകരവാദികൾ. റൌഫിനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. പല്ലിൻ്റെ വിടവ് ഒരു 10 കൂടിയിട്ടുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. സത്യമാണോ എന്നറിയില്ല. അങ്ങനെയാണ് ദോഷൈക ട്രിക്കുകൾ ആരോപിക്കുന്നത്. അപ്പോൾ ഈ നിഷാദ് റാവുത്തറെ പോലുള്ളവരോട് പറയാനുള്ളത്, ഭീഷണി 16 മടക്കി നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഉസ്താദിൻ്റെ കുപ്രിത്തങ്ങളോ കാപ്രിത്തങ്ങളോ ജിറാഫ് തങ്ങളോ ആരുടെ ഏതെങ്കിലും തങ്ങളുടെ മടിക്കുത്തിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്മീയ ആചാര്യന്മാരുണ്ടല്ലോ, മതവർഗീയവാദികൾ, അവരുടെ മടിക്കുത്തിൽ വെച്ചിരുന്നാൽ മതി. അല്ലാതെ മാന്യമായിട്ടൊരു സംവാദത്തിനാണെങ്കിൽ ഇതല്ല രീതി. മാന്യമായിട്ടുള്ളൊരു സംവാദത്തിനുള്ള രീതിയാണോ ഇപ്പോൾ നിങ്ങൾക്ക് തന്ന മറുപടി എന്ന് ചോദിച്ചാൽ ഒരു കണ്ണാടി പോലെയാണ് ദേശീയവാദികൾ. നിങ്ങൾ ഏത് രൂപത്തിൽ ആ കണ്ണാടിയിലേക്ക് നോക്കുന്നോ അത് മാത്രമേ നിങ്ങളിലേക്ക് തിരിച്ച് പ്രതിഫലിച്ച് നിങ്ങൾക്കും ദൃശ്യമാകാൻ സാധിക്കുകയുള്ളൂ. അല്ല, ഇത് ഈ വിഷയത്തിലൊരു സംവാദം, എന്തുകൊണ്ട് പാറ്റാ സമരം ഒരു ദേശീയ വിരുദ്ധ സമരമാകുന്നു എന്നുള്ളൊരു സംവാദത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ മറുപടി പറഞ്ഞോളൂ. അതിനുള്ള മറുപടി എന്തുകൊണ്ട് അല്ല, അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് വസ്തുതകൾ നിരത്തി നിങ്ങൾ തെളിയിക്കൂ. ആഖ്യാനങ്ങളല്ല, വസ്തുതകൾ നിരത്തി ഞങ്ങളും ആ വാദങ്ങളെ ഖണ്ഡിക്കാം. അല്ലാതെ ഭീഷണി 14 മടക്കി കയ്യിൽ വെച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദിൻ്റെ മടിക്കുത്തിൽ തിരികിയാൽ മതി. ശരിയാണ്, സെലിബ്രിറ്റികളിൽ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരല്പം ഫോളോവേഴ്സിനെ കുറയ്ക്കുവാനും അവരെ ഭീഷണിപ്പെടുത്തുവാനും ചിലരെയെങ്കിലും നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കും. കേരളത്തിലെ സാഹചര്യം അങ്ങനെയാണ്. കൃത്യമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഫോളോവേഴ്സ് എന്നുള്ള പേരിൽ ഒരു തേനീച്ചക്കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു വിഷജന്തുക്കളുടെ ഒരു വലിയ പറ്റമായിട്ട് കടന്നുകൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ജിഹാദി കൂട്ടം തന്നെയാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ചില നഷ്ടങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ നോക്കി വെച്ചു
വെച്ച് പൊറപ്പിക്കില്ല എന്നൊക്കെ വെല്ലുവിളിക്കുന്ന സെലിബ്രിറ്റികൾക്ക് ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതും എത്ര കാലം പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. അതൊരു ഭീഷണിയായിട്ടോ വെല്ലുവിളിയായിട്ടോ വേണമെങ്കിൽ നിങ്ങളങ്ങ് എടുത്തോളൂ. കാരണം നിയമപരമായിട്ട് തന്നെ നിങ്ങളെ പൂട്ടുവാനുള്ള മാർഗങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് കാലമെടുക്കുമായിരിക്കും, സമയമെടുക്കുമായിരിക്കും. കാരണം അതും ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയാണ്. ശരിയേല പോലെ കിട്ടിയാൽ ഉടനെ, കാഫിറാണെങ്കിൽ വിരുദ്ധ ദിശയിൽ കയ്യും കാലും വെട്ടാനുള്ള നിയമമൊന്നും ഭാരതത്തിൽ നിലവിലില്ല, നിലവിൽ വരുവാനും പോകുന്നില്ല. ആ സ്വപ്നം അങ്ങ് കളഞ്ഞേക്കൂ. അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം മണ്ണടിഞ്ഞ് ജീർണിച്ച് നിങ്ങളുടെ എല്ലുപൊടിയായി പോയാലും സനാതനധർമ്മവും ഭാരതത്തിൻ്റെ പൈതൃകവും ഭാരതമെന്ന രാഷ്ട്രവും ഇവിടെ തന്നെ കാണും. നിങ്ങൾ ഈ അടിസ്ഥാനമാക്കിയിട്ടുള്ള മതഗ്രന്ഥം പോലും പൊടിഞ്ഞ് കാലഹരണപ്പെട്ട് വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോയാലും ഭാരതത്തിൻ്റെ പൈതൃകവും സനാതനധർമ്മവും ഇവിടെ തന്നെ കാണും. അതിനെ പിന്തുണയ്ക്കുന്ന ദേശീയവാദികൾ, അവർ സെലിബ്രിറ്റികളായാലും എന്നെപ്പോലുള്ള സാധാരണക്കാരായാലും ഈ രാജ്യത്ത് തന്നെ കാണും. ഈ രാജ്യവും രാഷ്ട്രവും മുന്നോട്ട് തന്നെ പോകും. രാഷ്ട്രമെന്ന് ഞാൻ പറഞ്ഞത് ജനങ്ങളെ ഉൾക്കൊള്ളുന്ന രാജ്യത്തെയാണ് രാഷ്ട്രമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾക്ക് സാധാരണ മനസ്സിലാകുന്നത് അനാമന സംതൃപ്തിയും അൽബാത്തയും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് എടുത്തൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നത്. ഇതിൽ കൂടുതലൊന്നും ഈ വിഷയത്തിൽ, ഇതൊരു നിഷാദ് റാവുത്തർക്കുള്ളൊരു മറുപടിയല്ല. നിഷാദ് റാവുത്തരെ കണ്ട് അതിലൊരു പകച്ചു നിൽക്കുന്ന ദേശീയവാദികളിൽ ചിലരുണ്ട്. അവരാണ് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഇതിനൊരു പ്രതികരണം എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ, സാധ്യമാകുമോ എന്ന് ചോദിച്ചത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിഷയത്തിൽ ഇത്രയുമെങ്കിലും പ്രതികരിച്ചത്. അപ്പോൾ ഈ വിഷയത്തിൽ തൽക്കാലം അത്രമാത്രം. പ്രേക്ഷകർക്ക് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കാം. തീർച്ചയായിട്ടും അറിയിക്കണം. ഈ വിഷയത്തിൽ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ, ഞാൻ പറഞ്ഞല്ലോ, ആഖ്യാനങ്ങളല്ല വസ്തുതകൾ നിരത്തി എന്തുകൊണ്ട് നിങ്ങൾ ഈ പാറ്റാ സമരത്തെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പങ്കുവയ്ക്കൂ. കാരണം അത്തരത്തിലാണ് സംവാദങ്ങൾ തുടരേണ്ടത്. പിന്നെ വല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തുന്ന തരത്തിൽ ഷെയർ ചെയ്യുക. ഒപ്പം തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. നിഷാദ് റാവുത്തരെ പോലുള്ളവർ കുരച്ചുകൊണ്ട് തന്നെ ഇരിക്കട്ടെ. ഭീഷണികളുമായി കുറച്ചു കാലം കൂടി പുളയ്ക്കട്ടെ. എല്ലാത്തിനും കാലം സമാധാനം കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. കണ്ടെത്തി തന്നെയേ കാലം മുന്നോട്ട് പോവുകയുള്ളൂ. കർമ്മഫലം എന്നുള്ളതുണ്ട്. അത് നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും, ഏതറബിയുടെ കന്തൂറയ്ക്കടിയിൽ പോയി ഒളിച്ചാലും നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. നന്ദി, നമസ്കാരം.